Hi, Danya. Hello, good morning. Morning. Today we have with us Danya Ravi, lovingly called India's glass woman, was born with a rare condition that makes her bonds very fragile. But instead of giving up, she chose courage and positivity. A disability rights advocate, motivational speaker, co founder of Asman Foundation Trust. She has inspired thousands through her talks, TEDx, George Talks, campaigns, and many other inclusive projects. Danya has received national and international recognition, including the National Role Model Award for her relentless work in raising awareness on rare diseases and building an inclusive society. ധന്യയെ പുഞ്ചിരി തൂക്കിയ മുഖത്തോടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. സംസാരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് ഉള്ള കുട്ടിയായി എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഷീസ് ഫുൾ ഓഫ് ലൈഫ്. പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കും അതേ അഭിപ്രായം, എന്റെ അതേ അഭിപ്രായം തന്നെയാവുമെന്ന് ഉറപ്പ്. സോൾഫുൾ സ്റ്റോറീസിലേക്ക് ഏറെ കടപ്പാടോടെ സ്വാഗതമേകുന്നു. ഹായ് ധന്യ. ഹലോ, താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഷന്റെ ഈ ഒരു സീരീസിന്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു റെൻസ ഫോർ റിമെമ്പറിങ് മീ. ഓക്കെ, സോ ഹൗ യു ഡൂയിങ് ടുഡേ? ഐ ആം ഡൂയിങ് വെൽ, കുഴപ്പമില്ല, അങ്ങനെ ഗോഡ്സ് ഗ്രേസ് അങ്ങനെ പോകുന്നു. ഓക്കെ, ഒരിക്കലും ഒരു ടോക്കിൽ ധന്യ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഞങ്ങൾക്കും ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു ചായ കുടിക്കാനും ഒരു കോഫി കുടിക്കാനും ഒരു ഔട്ടിങ്ങിന് പോകാനും ഒക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഒരു ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്? എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു അത്. നമ്മുടെ ഇതൊരു ഇൻക്ലൂസീവ് സൊസൈറ്റി അല്ല എന്ന് എപ്പോഴെങ്കിലും ഇതെനിക്ക് തോന്നിയിട്ടുണ്ടോ? സൊസൈറ്റി അല്ല എന്ന് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് വേറെയും ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഐ റിമെമ്പർ നമ്മുടെ ആ ഒരു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജെആർഫിന്റെ ഒരു ടോക്കിലാണ് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്. ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഈ ലോകം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്, അല്ലാണ്ട് ഒരു പ്രത്യേക ഒരു കാറ്റഗറി പെടുന്ന ഒരാൾക്കാർക്കല്ലല്ലോ എന്നുള്ളതാണ്. ഐഡലി തിങ്സ് ആർ ചേഞ്ചിങ്, പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭിന്നശേഷിയായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ എഡ്യൂക്കേഷൻ എവിടെയും വർക്ക് പ്ലേസിലും മറ്റുള്ള ഈ പറഞ്ഞ പോലെ കഫേയിലും ഇവിടെ എല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ഒരു മേഖലയിൽ വരുമ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. പുറത്ത് കാണാനും ലിമിറ്റഡ് ആയിരുന്നു. എനിക്കും ആസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഈ ഒരു സ്പേസിൽ വരാനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ യെസ്, ഇപ്പൊ എത്രയോ ഒരു in a larger way it's been progressive, but ideally like ഈ പറഞ്ഞ പോലെ ഒരു ടിക്ക് മാർക്ക് ആവാതെ അതെന്നും ഒരു സോൾഫുൾ കണക്ഷൻസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നു. സോ അങ്ങനത്തെ ഒരു സ്പേസ് വളരെ ലിമിറ്റഡ് ആണ് ഇപ്പോഴും, ബട്ട് തിങ്സ് ആർ പ്രോഗ്രസിങ് എന്നുള്ളതാണ്. ഓക്കെ, ധന്യ പറഞ്ഞു സൊസൈറ്റി പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു പരിധി വരെ പാരൻസ് പാരൻസ് ആണോ ഇതിന് ഉത്തരവാദികൾ? അവരാണോ ഇവരെ മതിലുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട്? ഒരു പേടിയാണ് അവർക്ക്, അവരെ തനിയെ ഇൻഡിപെൻഡന്റ് ആക്കി വിടാനുള്ള ഒരു പേടി അവരുടെ ഭാഗത്തു നിന്നാണോ? അപ്പൊ അവരെ ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള ഒരു ശ്രമം ആദ്യം ആരാണ് എടുക്കേണ്ടത്? സോ എൻ്റെ ഒരു ചെറിയൊരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം, ലൈക്ക് ആസ് എ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആൻഡ് ഓൾസോ സമ്മൺ ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇതിപ്പോ ഒരു ഭിന്നശേഷി മാത്രമല്ല, ഏതൊരു കുട്ടിക്കായാലും അവരുടെ ആ ഒരു ലോകം, ആ ഒരു നേർച്ചറിങ് എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് തന്നെയാണ്. സോ നമ്മൾ കണ്ടുവരുന്ന ഒരു റോൾ മോഡൽസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. ഐ തിങ്ക് ആ ഒരു സ്പേസ് എത്രത്തോളം സ്ട്രോങ് ആവുന്നു, ഐ തിങ്ക് ദ വേ ഫോർവേഡ് ഫോർ ദ ചൈൽഡ്സ് ലൈഫ് ഇസ് ഗോയിങ് ടു ബി ഫെനോമിനൽ. ഇത് തുടങ്ങുന്നത് വീട്ടിൽ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു നമ്മൾ പലവരും ഇന്ന് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഇപ്പൊ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആയാലും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വുമൻ, ഒരു നോർമലൈസ് ആയിട്ടുള്ള സോ കോൾ വിത്തൗട്ട് ഡിസബിലിറ്റി എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു വുമൻ ആയാലും ഇന്ന് നമ്മുടെ ഒരു, സ്പെഷ്യലി ഇൻ കേരള, ലോട്ട് ഓഫ് ട്രഡീഷണൽ വാല്യൂസ് ദാറ്റ് വി ഫോളോ അല്ലേ. അപ്പൊ ഇതിലെല്ലാം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളുടെ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പും, അല്ലെങ്കിൽ ഒരു ഓപ്പൺനെസ് അല്ലാതെ ആവുന്നതും, ഇതൊക്കെ നമ്മൾ ഈ കണ്ടുവരുന്ന കുറെ സൊസൈറ്റിക്കൽ തോട്ട്സ് ആയാലും സ്റ്റോറീസ് ആയാലും അതെല്ലാം ഇപ്പൊ മാറി വരികയാണ്. ലൈക്ക് ഐ റിമെമ്പർ
ഞാൻ ഒരു ഡൗറി കേസും അങ്ങനെ പറഞ്ഞു വരികയല്ല, പക്ഷെ ഒരു സീരീസ് ആയിട്ടുള്ള ഒരു വുമൻസ് ഒരുപാട് ഇപ്പൊ ഒരു എൻഡ് ഓഫ് ദ ലൈഫ് ചെയ്യുമ്പോൾ ആണ് ഇപ്പൊ കുറെ പാരന്റ്സിന്റെ കണ്ണ് തുറക്കുന്നത്. അതുവരെ നമ്മൾ പലവരും നീ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അപ്പുറത്ത് ഇപ്പോ അത് കുറച്ചും കൂടി മാറി തുടങ്ങി. പക്ഷെ എത്രയോ പേരുടെ ഡെത്ത് നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്, റൈറ്റ്? സോ ദ ഐഡിയ ആസ് എ പാരന്റ് എനിക്ക് തോന്നുന്നത് ഒരു ഡിസബിലിറ്റി ആയാലും ആയില്ലെങ്കിലും നമ്മൾ ഏറെക്കുറെ നമ്മൾ ആ കുട്ടിക്ക് ഒരു സ്ട്രെങ്ത് കൊടുത്ത് അവരെ വളരെ ഇൻഡിപെൻഡന്റ് ആക്കുന്ന രീതിയിലും ഒരു ഡിഫറൻസ് കാണാതെ സപ്പോർട്ട് ചെയ്ത് വരുന്നു. പിന്നെ ആസ് എ ഫാമിലി ഐ എം ദയർ ഫോർ യു എനി ടൈം വി ആർ ഹിയർ, എപ്പോൾ വേണമെങ്കിൽ നിനക്ക് വരാം അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ഇതിലാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു വളരെ ഒരു സ്ട്രോങ് ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ സ്ട്രഗിൾ ഫുൾ ലൈഫ് ഫോർ ബോത്ത് ഫോർ ദ പാരന്റ് ആൻഡ് ഫോർ ദ ചൈൽഡ്. ഇതിപ്പോ പലവരും നമ്മളിവിടെ എനിക്ക് പോലും ഐ ക്യാൻ സേ ദാറ്റ് ഞാൻ ഒരു ഐ കം ഫ്രം എ വെരി ട്രഡീഷണൽ ഫാമിലി. അപ്പം ഒന്ന് ജസ്റ്റ് പുറത്തു പോകുമ്പോഴെല്ലാം ഒരുപാട് കോൺവെർസേഷനും നെഗോസിയേഷനും ഒക്കെ ഞാൻ എൻ്റെ പാരൻസിൽ നിന്ന് ആവേണ്ടി വന്നിട്ടുണ്ട്. സോ ദേ കം ഫ്രം എ വെരി ഡിഫറെന്റ് സ്പേസ് വെർ ഐ കം ഫ്രം ലോഡ് ഓഫ് അക്സെപ്റ്റൻസ്. പക്ഷെ ഐ തിങ്ക് നമ്മൾ രണ്ട് മൈൻഡ് സെറ്റും പ്രോഗ്രസീവ് ആവുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ നെഗോസിയേഷൻ്റെയും കോൺവെർസേഷൻ്റെയും ആവശ്യം വരില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഒരു ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്പേസ് ഓഫ് ലവ് തന്നെയാണ്. സോ ഐ തിങ്ക് ബിക്കോസ് യു ലവ് സംബഡി ഡസൻ മീൻ ദാറ്റ് യു ഹാവ് എ കൺട്രോൾ ഓവർ ദാം. ഇതിപ്പോ ചൈൽഡ് ഒരു പാരന്റിനായാലും പാരന്റ് ഒരു ചൈൽഡിലായാലും ഐ തിങ്ക് ഇറ്റ് ഈസ് അബൌട്ട് ബാലൻസിങ് ബോത്ത് ആൻഡ് എൻഷുറിങ് ടു ബി ദയർ ആസ് എ ഫാമിലി. ആൻഡ് ഐ തിങ്ക് ഫോർ ഓൾ ഓഫ് us, ഇപ്പം you can echo it very well, like a daughter, how your parents have supported as a teacher, as a husband. അവരെല്ലാം തരുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് തരുന്ന ഒരു ഫ്രീഡവും അല്ലെങ്കിൽ നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പറയുന്ന വലുതാണ്. സോ ഐ തിങ്ക് ഓൾ ഓഫ് us play a role in contributing, and the more you respect each person and be there for them as a family, കുറെ കൂടി ബ്യൂട്ടിഫുൾ ആവുന്ന ഒരു ബോണ്ടിങ് ആയിട്ട് മാറുന്നു തോന്നുന്നുണ്ട്. അതെ ഒരുപക്ഷെ അതെല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കുടുംബത്തിലായിരിക്കും ഒരു പക്ഷേ പലവരും എന്നീ പറഞ്ഞ പോലെ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എന്നും ഒരു സ്വപ്നമായിട്ട് മാത്രം നിലനിൽക്കുന്നത്. അതെ, ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് വിറ്റ്നസ് ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു പോകുന്നത്. പക്ഷെ ഇവരില്ലാതെയും ഒരു ജീവിതം അവർക്ക് സാധ്യമാണോ? അതായത് എന്നും എല്ലാവർക്കും എപ്പോഴും കൂടെ നിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് ഈവൻ പാരന്റ്സ് ആണെങ്കിൽ പോലും അവരില്ലാത്ത ഒരു അവസ്ഥയിലും മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും ലൈഫിലുണ്ടാവും. അത് ലൈഫ് സൈക്കിളിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ നേരിടും? സോ ഞാനിപ്പോൾ ഇതൊരു പ്രിസൈസ് ആയിട്ടൊരു ഡിസബിലിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ തുടങ്ങി പറയാം. സോ ആസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഞാൻ എന്നും പാരൻസിനെ കാണുമ്പോൾ പറയുന്നത്, നിങ്ങൾ വളരെ നോർമലായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ വേറൊരു മോനെയും മോളെയും വളർത്തുന്നത് വിത്തൗട്ട് ഡിസബിലിറ്റി, അതേപോലത്തെ ഒരു ഫ്രീഡമും റൈറ്റ്സും ആ വ്യക്തിക്ക് കൊടുത്ത് തന്നെ വളർത്തണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പാരൻസ് എന്നും ആ കുട്ടിയോടൊപ്പം ഉണ്ടാവില്ല. It's a reverse by the verse, right? So the idea is you be a pillar of strength for them to live them an independent life. And ultimately ഒരു ഭിന്നശേഷിയായിട്ടുള്ള ഒരു കുട്ടി എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആവുന്നു അത്രത്തോളം നിങ്ങൾക്ക് പ്രൗഡ് ആവാൻ പറ്റുന്നതാണ് ആസ് എ പാരന്റ്, റൈറ്റ്? അല്ലെങ്കിൽ അവർ ഒരുപാട് ഡിപ്പെൻഡൻസിയിൽ ആയി പോകുന്നതാണ്. സോ ഇത് ഇറ്റ്സ് എ ടു വേ തിങ്. ഒന്നീ പറഞ്ഞ പോലെ ഇപ്പൊ ഡിസബിലിറ്റി അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ പലവരും ഇന്ന് ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ വന്ന് പറയാറുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അങ്കിളിനെ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ അച്ഛനമ്മ പേടിയാണ് എന്ന് പറയുന്ന എത്രയോ ആൾക്കാർ ഇപ്പൊ വന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്നും പറയാറുള്ളത്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ പാരന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തിങ്സ് വിൽ ബിക്കം മോർ സ്മൂത്ത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ദ ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് എ ഫാമിലി ഈസ് വി ഓൾ ഓപ്പറേറ്റ് ഫ്രം ലവ്. ആൻഡ് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ടാവുന്നത് ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. സോ ആസ് എ പാരന്റ്, ഇഫ് യു ക്യാൻ ബി എ ഫ്രണ്ട് ടു യുവർ ചൈൽഡ്, ആൻഡ് ഐ തിങ്ക് ആ ഒരു സ്പേസ് നമുക്ക് ടാപ്പ് ചെയ്താൽ ഇന്നത്തെ ഈ ലോകത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതെയായി മാറും എന്നുള്ളതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ ചൈൽഡ് ടു റിയലൈസ് ദാറ്റ് ഞാൻ ഒരിക്കലും പാരൻസിനെക്കാട്ടും ഞാൻ പാരൻസിനെയും ബ്ലെയിം ചെയ്യുന്നതിനെക്കാട്ടും അപ്പുറത്ത് ഐ ഫീൽ ആസ് എ ചൈൽഡ് വി ആർ capable enough to build our own life.
ആൻഡ് ഇറ്റ് ഈസ് നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. either you try to have open communication to your parent, talk about your journey, talk about your aspirations and talk about what you need, and ഓൾസോ പാരൻസിനെയും നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകാം എന്ന് നമ്മൾ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ പറയാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിൻ ബി വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മുടെ റൈറ്റ്സും നമ്മൾ അതിലൂടെ, കാരണം ഇതെല്ലാം ഒരുപക്ഷെ രചിച്ചതെല്ലാം നമ്മുടെ റൈറ്റ്സ് ആണ്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ ഒരു കോളേജിൽ ഇന്നൊരു സബ്ജക്ട് എടുക്കണം ബിക്കോസ് യുവർ പാരന്റ് ആസ് ടു ഡു എഞ്ചിനീയറിംഗ് ആൻഡ് യു ലൈക്ക് ടു ഡു സംതിങ് എൽസ് എന്ന് പറയുന്നതെല്ലാം ഐ തിങ്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ ഒരു ഇതാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ റൈറ്റ്സ് ആണ്. നമ്മൾ എന്തിനാ അതിനെ പേടിക്കുന്നത്? ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൂടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ പലവരും ഇന്ന് ഇവിടെ സ്റ്റക്കായി പോകുന്നത് അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു സംഭവം കൊണ്ടാണ്. സോ അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിൻ ബി മോർ ഈസി വിത്തിൻ ദ ഫാമിലി ആൻഡ് ഓൾസോ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയും തന്നെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. ഗ്രേറ്റ് മെസ്സേജ് ടു ദ പാരൻസ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ധനിക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ ലൈഫിൽ ഇതുവരെ വിതൗട്ട് പാരൻസ് സപ്പോർട്ട്? ഞാൻ ആക്ച്വലി ജനറലി കുറച്ച് ഫ്രീഡമും ഇൻഡിപെൻഡൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ ആസ് മച്ച് ആസ് ഐ ക്യാൻ ഞാൻ എന്നും എൻ്റെതായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻസി എന്തോ എനിക്കങ്ങനെ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഐ ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ഇത് ഇറ്റ് ഡസൻ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും ഞാനൊരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണോ അല്ല എൻ്റെ സ്വഭാവം കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ജനറലി കുറച്ച് ഫ്രീഡമും ഇൻഡിപെൻഡൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആൻഡ് താങ്ക്ഫുള്ളി ഐ ഹാവ് മൈ പാരൻസ്. ഇറ്റ് വാസ് വെരി ഹാർഡ് ടു ക്രാക്ക് ദം ആൻഡ് ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ദറ്റ് ക്രാക്ക് മെഷീൻ. ഞാൻ ഇനിയും വിജയിച്ചിട്ടില്ല. പക്ഷെ ഏറെക്കുറെ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ വാസ് ഏബിൾ ടു ഇത് പറഞ്ഞ പോലെ ഐ റിമെമ്പർ ഞാൻ ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ പോലും അമ്മ ഇങ്ങനെ വന്ന് പറയും നമുക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് വന്ന് പറയുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഞാനിപ്പോ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എന്റെയും റിലേഷൻഷിപ്പ് വിത്ത് മൈ പാരൻസ് ഹാവ് ഓൾസോ ഇവോൾവ്ഡ് എ ലോട്ട് ഓവർ ദ ഇയേഴ്സ്. ആൻഡ് ഐ തിങ്ക് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എന്റെ മാത്രമല്ല, നമ്മൾ എത്രത്തോളം ആ ചോയ്സിനെ വർക്ക്ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ്. റൈറ്റ്? ലൈക്ക് ഇപ്പം ഒരുപാട് ഇമോഷണലി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ പാരൻസ് വോട്ട് എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ എല്ലാം ഇടയിൽ വരാറുണ്ട്. ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുകയാണെങ്കിൽ അതല്ല, വളരെ ഗ്രാജുവലി ഇപ്പൊ നമ്മുടെ യൂത്തിനാണ് നമ്മൾ അഡ്രസ് ചെയ്യുമെങ്കിലും അവരുടെ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ആയാലും ദ ഐഡിയ ഇസ് ഹൗ യു കൈൻഡ് ഓഫ് ടോക്ക് ടു യുവർ പാരൻസ് ആൻഡ് ഹൗ വാട്ട് യു ട്രൈങ് ടു ഡെലിവർ ദെയർ എന്നുള്ളതാണ്. ഇപ്പൊ അവര് ഒരു നോ പറയുന്നത് ഒരു കൺസിൽ നിന്നുമാണ്. അവരുടെ കൺസേൺസ് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഏതൊരു പാരന്റും ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ഹെൽപ്പിംഗ് ദം അഡ്രസ് ദെയർ കൺസേൺസ് ആൻഡ് റെസ്റ്റ് പിന്നെയൊക്കെ ഒരു സലൻട്രിക് മൈൻഡ് സെറ്റ് ആണ്. ഇറ്റ് ഈസ് എ ജേർണി, ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് സംതിങ് ഇമ്പോസിബിൾ. പക്ഷെ നമുക്ക് എത്രത്തോളം എന്ത് വേണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനത് ഉണ്ടാവണം എന്നുള്ളതാണ്. എനിക്കൊരു ഇൻഡിപെൻഡന്റ് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ സേ യെസ്. കാരണം എല്ലാവർക്കും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് ഐ ഓൾസോ ഫീൽ ഐ ക്യാൻ. Oh, great. The sparkling eyes, the smile you always carry on your face are all truly adorable. Danya, to me, you have always come across as someone who leads with grace and simplicity. How do you see your own life? Would you describe it as simple as any other person would see it? I think you're my first therapist where I opened up about myself. പറഞ്ഞ പോലെ ചിരിയും സന്തോഷവും ഇതും ജനറലി എൻ്റെ ഒരു ലൈഫിന്റെ ഭാഗമാണ്. ഞാൻ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. Now when I look back for the Danya what I am today, I think like anybody I've also stumbled, I've also won so many races, and life has been really beautiful for me. And
ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ഗ്രേറ്റ്ഫുൾ ആവുന്നത് ആ ഓരോ സ്റ്റമ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും എനിക്ക് ഉയരാൻ പറ്റി എന്ന് കാണുന്നതിലാണ് ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയി തോന്നുന്നത്. സോ ധന്യ ഐ സീ റൈറ്റ് നൗ ഇസ് she has come a long way and still there is a long way for her to go and it's not going to be easy. ലൈഫ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രോസസ് ആയിട്ടുള്ള ഒരു ജീവിതമൊന്നും അല്ല, ഒരുപാട് കഷ്ടപ്പാടുള്ളത് തന്നെയാണ്. പക്ഷേ വാട്ട് യു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് വാട്ട് യു സെയിൽ ത്രൂ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അത് എത്രത്തോളം സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി ഫോർ ലൈഫ്. Great, dear. ഒരു ഐഡിയൽ വേൾഡ് ഓഫ് ഇൻക്ലൂഷൻ, അങ്ങനെ ഒരു വേൾഡ് നമുക്ക് എൻവിസാജ് ചെയ്യാൻ സാധിക്കുമോ? ആൻഡ് അതൊരു സോറി പ്ലീസ് കംപ്ലീറ്റ് യുവർ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ what should be the steps taken by the society? ഐ തിങ്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളതാണ്. ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ പ്രൊഫഷൻ ഓഫ് ടീച്ചർ, ഐ തിങ്ക് യു വിൽ അഗ്രി ടു ഇറ്റ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ആക്ച്വലി ഇൻ എ വേ ഓൾ ഓഫ് us ആർ ഇന്നോസെന്റ് ഇൻ our own ways. പക്ഷെ സംവേർ വി സ്ലിപ്പിംഗ് ഔട്ട് തിങ്സ്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ പലവരും വേറൊരു ലെവലായി മാറുന്നത്. സോ ദ ഐഡിയൽ തിങ് ഈസ് നമ്മളൊരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഏറെക്കുറെ യുനോ ഞാനൊരു 95% സക്സസ് ആണ് എന്ന് കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പുറത്തു പോകുമ്പോൾ പലവരും ചോദിക്കാറുണ്ട്, ഓ യു ട്രാവലിംഗ് അലോൺ, വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഞാനത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് കറേജ്, ഇറ്റ്സ് അബൌട്ട് me making myself feel safe and I believe the people around me are very beautiful. ആ ഒരു ബിലീഫ് സിസ്റ്റത്തിലാണ് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ട്രാവൽസും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് പരസ്പരം നമ്മളുടെ ആൾക്കാരെ എത്രത്തോളം സ്നേഹം റെസ്പെക്റ്റോടെ കൊണ്ടുപോകാൻ പറ്റുന്നു, കാണുന്നു, അവിടെയാണ് ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു വിഷനിലൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ്. യുവതലമുറയ്ക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക? ഐ തിങ്ക് നമുക്ക് എല്ലാവർക്കും, യുവതലമുറ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, വെദർ ഇറ്റ് ബി എ ഫാമിലി ഓർ യുവർ ഫ്രണ്ട്സ് ഓർ ടീച്ചേഴ്സ്, മെന്റേഴ്സ്, whomever you call it as your own people, അവരെ നമ്മൾ എന്നും വളരെ സ്നേഹവും റെസ്പെക്റ്റും കൊടുത്ത് ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കൂട്ടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് അതൊരു വലിയൊരു സ്പേസ് ഓഫ് ഇന്നോവേഷൻ ആയിട്ട് മാറും കൂടിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് പലവരും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റും ഒരുപാട് നല്ല മനുഷ്യരുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലേബിൾ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെയുള്ള ഒരു സ്പേസ് എല്ലാവരുടെ ജീവിതത്തിലും വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് അവിടെയാണ് നമ്മളുടെ ആ ഒരു പ്രോഗ്രഷൻ ലെവൽ ഏറ്റവും പീക്കിൽ എത്തുന്നത്. ധന്യക്ക് പലർക്കും പ്രചോദനമാണ് ധന്യക്ക് ഇൻസ്പയർ ചെയ്ത ഏതെങ്കിലും വ്യക്തിയുണ്ടോ? ഐ ഫീൽ നോ. എന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുന്ന കുറച്ച് പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അവരെല്ലാം ഞാൻ എന്നും അഡോർ ചെയ്യുന്നുണ്ട്. പ്രചോദനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ എല്ലാ ദിവസവും എണീക്കുമ്പോൾ എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇന്നലത്തെ ബാറ്റിൽ കഴിഞ്ഞ ഇന്ന് എന്ത് എന്ന് പറഞ്ഞ് ഉണരുന്ന ആ ഒരു സ്പേസ് എന്ന് ഞാൻ എന്നെ തന്നെയാണ് എല്ലാ ദിവസവും കാണാറുള്ളത്. അവിടെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നത്, ഒരുപാട് സ്ട്രെങ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തോന്നുന്നതും അവിടെ തന്നെയാണ്. സോ ഇറ്റ്സ് മോർ ഓഫ് എ സെൽഫ് തിങ്, ബട്ട് there are so many people around me who has been instrumental in shaping this Dhanya for what she is. ഓക്കെ, ഗ്രേറ്റ്. വേറൊരു സബ്ജക്ട് ഞാൻ ധന്യയിൽ നിന്ന് കേട്ടത്, പ്രാരംഭഘട്ടത്തിൽ, അതായത് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ജനിതക പരിശോധന നടത്തിയാൽ വൈകല്യമുള്ള കുട്ടിയുടെ ജനനം മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നും അതുമായി റിലേറ്റഡ് കുറെ അവയർനെസ് ക്യാമ്പയിൻ ധന്യ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതിലെന്തൊക്കെയാണ് സാധ്യതകൾ അങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു
ഒരു ഫാമിലി പ്ലാനിങ് വരുമ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും ഒരു ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്ന ഒരു ചൈൽഡിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്ന് ഇന്നത്തെ ഒരു ടെക്നോളജിയും നല്ലൊരു ഡോക്ടറിനും കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതെല്ലാം ഒരുപക്ഷെ 90 to 90% അക്യുറസി ആണ്. ഇനി ഒരു ബാക്കി ഒരു 5% ഉണ്ട്, ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് കൊണ്ട് വരുന്ന കുറച്ച് റീസൺസ് കൊണ്ടും ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ലെറ്റ് us be responsible in doing a genetic test before we do a family planning because it helps you and your child എന്നുള്ളതും. രണ്ടാമത്, ഈ ഒരു 5% എന്ന് പറയുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും വരുന്ന ഒരു കാര്യങ്ങളുണ്ട്. സോ അത്രത്തോളം നമുക്ക് നമ്മുടെ ഹെൽത്തിനെ ഹോണർ ചെയ്യാം എന്നുള്ളൊരു ഫാക്ടർ ചിന്തിച്ച് നമ്മളുടെ ഓരോ ആക്ഷൻസും, കാരണം ഇന്ന് നമ്മൾ ഒരുപാട് പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ്. ഇന്ന് പലവർക്കും എംപവർമെന്റ് കൂടിയ ഒരു സ്പേസിൽ നിന്ന് ചിലവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ലുക്കിംഗ് ഔട്ട് ഫോർ എ ഫാമിലി ലൈഫ്, ലേൺ ഹൗ ടു മാനേജ് യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഓൾസോ plan to do a genetic test. This will help you to deliver ഒരു 90-95% healthy child എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നമുക്ക് നീ പറഞ്ഞ പോലെ ChatGPT-യും ഗൂഗിളും എല്ലാം നമ്മുടെ കയ്യിൻ്റെ തുമ്പത്ത് നിൽക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കിതെല്ലാം ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വേറൊരു അനാഥമായത്, നമുക്കിതെല്ലാം ചെയ്തിട്ട് പോലും നമുക്കൊരു ഭിന്നശേഷിയായിട്ടുള്ളൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അതൊരു സ്റ്റിഗ്മ കൂടാതെ അവരെ വളരെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. കാരണം ഇന്ന് പലർക്കും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം ഓട്ടിസം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റിലും ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് ദ ലൈഫ് സ്റ്റൈലുമായിട്ടും ചിലപ്പോൾ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ജനറ്റിക്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആർ കോൺട്രിബ്യൂട്ടിങ്, ബട്ട് ഇൻ കേസ് യു ഗെറ്റ് ത്രൂ ഓൾ ദിസ്, ലേൺ ടു acknowledge and be that support system. ഒരു പാരന്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ നോർമലായിട്ട് അവരെങ്ങനെ വളർന്നു വന്നു അതേപോലെ അവരുടെ കുഞ്ഞിനെയും വളർത്താനുള്ള ഒരു സ്റ്റിഗ്മകൾ കാണിക്കാതെ ഇന്ന് ഒരുപാട് തെറാപ്പീസ് ഉള്ള ഒരു സ്പേസും കൂടിയിട്ടാണ്. ഏർലി ഇന്റർവെൻഷൻസ് പ്ലേസ് എ ഗ്രേറ്റ് റോൾ. അപ്പൊ ഇതെല്ലാം ഒരു സ്റ്റിഗ്മ കൂടാതെ അവരും ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നർച്ചർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ ഒരു സ്പേസ് തന്നെയാണ്. അപ്പൊ ഈ ക്യാമ്പയിൻ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട്, എത്രത്തോളം റീച്ച് കിട്ടിയിട്ടുണ്ട്? ഡെഫിനറ്റ്ലി എനിക്കൊരു മെഷറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഇറ്റ് ഹാസ് റീച്ച് മോർ ദാൻ 10,000 എബവ് ദാറ്റ്. പറഞ്ഞത് ഒരുപാട് സെഷൻസ് ആവാം, സീരീസ് ആവാം. ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, ആസ് എ കളക്റ്റീവ് ദർ ആർ മെനി ഓർഗനൈസേഷൻസ് ആർ വോയിസിങ് ഫോർ ഇറ്റ്. പക്ഷെ ദ ഐഡിയ ഈസ്, ഈ പറഞ്ഞ പോലെ ലോഡ് ഓഫ് സ്റ്റിഗ്മാസ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പരാജയം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ഒരുപക്ഷെ നിനക്ക് ഇങ്ങനത്തെ ഒരു അസുഖം കണ്ടുവരികയാണെങ്കിൽ ഇനി അത് വേറെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള കപ്പിൾസും ഉണ്ട്, പാരൻസും ഉണ്ട്. പക്ഷെ അതങ്ങനെയല്ല. വെൻ പെർസ്പെക്റ്റീവ് ചേഞ്ചസ് യു ഗോയിങ് ടു ഗെറ്റ് എൻ ഹെൽത്തിയർ ചൈൽഡ് എന്നുള്ളതാണ്. So it's very important we be very honest in doing genetic test and see how we can nurture a healthy child എന്നുള്ളത്. ഐ തിങ്ക് അതൊരു വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ്. എല്ലാവരും ചെയ്യേണ്ട ഒരു സംഭവമാണ്. പ്രീ പാരന്റിങ് എന്നുള്ള പോലെ തന്നെ പ്രീ കൺസെപ്ഷൻ ആ ഒരു ഇത് എല്ലാവരും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെ, നല്ലൊരു കാര്യമാണ്. വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സോൾഫുൾ സ്റ്റോറീസ് തുടക്കം കുറിച്ചത് പുതുതലമുറയിലെ കുട്ടികൾക്ക് ഒരു പ്രചോദനം, മാർഗനിർദ്ദേശം, അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ്. കഴിവുകളെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാതെ സ്വന്തം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാത്ത കുട്ടികൾക്ക് എന്താണ് ധന്യക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? സോ ഐ തിങ്ക് ഞാൻ എന്നും റീസെന്റ് ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി, വീഡിയോ പുറത്ത് വരുന്നതേ ഉള്ളൂ. സോ ഞാനെന്ന് പറയാൻ ഇത്രയും ഡിസബിലിറ്റി ആയിട്ട് പോലും ഐ ഫീൽ ലൈഫ് ഇസ് വെരി 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 പ്രഷ്യസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചില യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഐ ഫീൽ വെരി സോറി ഫോർ ദം ദാറ്റ് ഇതെല്ലാം ലഭിച്ചിട്ടുണ്ടായിട്ടും അവർ ഈ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ ഐ ഫീൽ വെരി സോറി അബൌട്ട് ഇറ്റ്. സോ ഐ ഫീൽ ഇറ്റ്സ് നമ്മളെ ടാപ്പ് ചെയ്ത് വരേണ്ട ഒരു കാലം. നമ്മുടെ ഇന്നത്തെ ഒരു ടോക്ക് ഷോ തുടങ്ങുമ്പോൾ തുടക്കം കുറിച്ചൊരു കാര്യമാണ് പാരൻസ് എത്രത്തോളം ഒരു കുഞ്ഞിൻ്റെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ആസ് എ പാരൻറ്റ് നമ്മൾ ആ ഒരു ചെറിയ ഏജ് മുതൽ തന്നെ കുറച്ച് റെസ്പോൺസിബിൾ, കാരണം ഇന്ന് നമ്മൾ ഒരുപാട് പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. സോ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ഫാക്ടറും അല്ലെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റവും അതിലൂടെ
ഒരു ലൈഫ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് കൊണ്ട് എത്രമാത്രം ആൾക്കാരുടെ ജീവിതത്തിൽ വെളിച്ചമാവാൻ പറ്റുമെന്ന് പാരൻറ്റും ടീച്ചേഴ്സും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ യൂത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇറ്റ്സ് ഓൾസോ ദാറ്റ്സ് ഹൗ മച്ച് യു വോണ്ട് ടു ഡു ആൻഡ് ഹൗ മച്ച് ആസ് എ പാരന്റ് ആൻഡ് ടീച്ചേഴ്സ് വോണ്ട് ടു എനേബിൾ എന്നുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ ഈ ഒരു ഫ്രേസ് ഇല്ലേ, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്, ഇറ്റ് ടേക്സ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് വളരെ കുഞ്ഞുനാൾ മുതൽ ഒരു കുട്ടിയുടെ ലൈഫിൽ ഇതെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ യൂത്ത് ആയിട്ട് മാറുമ്പോൾ അവർക്ക് ഒരു നല്ലൊരു വിഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ചിലപ്പോൾ ഇതൊന്നും സപ്പോർട്ടിങ് ആവാത്ത ഒരു എൻവയോൺമെന്റിലാണ് ഒരു കുഞ്ഞ് വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ they need to understand that we are all here to make something beautiful, and നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സാഹചര്യം എന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ലൈഫ് ഹാസ് taught me that I never had much of things in my plate. I try to create opportunities for me. So I don't think it's a rocket science until you really feel you wanted to do something out of your life. Quite inspiring. Yeah. When you feel low or stressed, how would you overcome that situation? Music. Music. Music and writing. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു വേ എന്ന് പറയുന്നത് മ്യൂസിക് റൈറ്റിംഗ്. പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് പേരുകൾ എൻ്റെ ലൈഫിലുണ്ട്. അവരെ വിളിച്ച് ഞാൻ ഇങ്ങനെ ഉണർത്തിക്കുമ്പോൾ ഞാൻ കുറച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു സ്പേസ് ആണ്, എന്നെ ഇടയ്ക്ക് നോക്കണേ എന്ന് ഞാൻ പറയും. ബട്ട് യാ, കീപ്പിംഗ് ജോക്ക് അപ്പാർട്ട്, മ്യൂസിക് ആൻഡ് ജേർണലിംഗ് ഇസ് വാട്ട് ഐ എം എൻജോയിങ് റൈറ്റ് നൗ. What is the ongoing project you are with? ഓൺഗോയിങ് ആസ് സച്ച് ഞാൻ ഇപ്പൊ എൻ്റെതായിട്ടുള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, കുറച്ച് വോളണ്ടിയറിങ് കമ്മിറ്റ്മെന്റ്സും കുറച്ച് ഫ്രീലാൻസ് പ്രോജക്റ്റും എൻ്റെ ആയിട്ടുള്ള ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ബേസിക്കലി ഡിസബിലിറ്റി ഡെവലപ്മെന്റ് തന്നെയാണ്. സോ അതിലുള്ള കുറച്ച് പ്രോജക്ട്സ് വർക്ക് ചെയ്യുന്നു. Finally, what would be your message to someone who is going through tough times, be it mentally, physically, whatever? Tough times, my final message, just look at yourself and understand you're not meant to be here on a silly space. ഒരു നെവർ ഗീവ് അപ്പ് എന്നുള്ള ഒരു രീതിയിൽ വേണം ഈച്ച് ടൈം ഒരു വളരെ ലോ ആയിട്ട് നിൽക്കുന്ന നിമിഷത്തെ ഒന്ന് കണ്ണാടി നോക്കിയാൽ മതി നിങ്ങൾ എത്ര പവർഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. That's all you need to do. Wonderful. And what would be the message to our Soulful Stories viewers? Wishing you a very success in running this series. ഒരുപാട് സോൾഫുൾ കോൺവെർസേഷൻസ് ഉണ്ടാവട്ടെ. ഐ തിങ്ക് എന്നാൽ നമ്മൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളൊരു ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ഒരുപാട് സോൾഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറീസ് ഉണ്ടാവട്ടെ. ദ മോർ ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് വരികയാണെങ്കിൽ ഒരുപക്ഷെ എന്നും ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവാനും അത് ക്യാരി ഓവർ ചെയ്യാൻ പറ്റും. സോൾഫുൾ സ്റ്റോറീസിൽ ഞങ്ങളോടൊപ്പം ഹൃദയം പങ്കുവച്ചതിനും പ്രചോദനമായതിനും ഹൃദയത്തിൽ നിന്ന് അകമഴിഞ്ഞ നന്ദി. ധന്യയുടെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും അത് ആഴത്തിൽ തന്നെ സ്പർശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയ യാത്ര, അങ്ങനെ കുറെ സംഭവങ്ങൾ ലൈഫിൽ ഉടനീളം സംഭവിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം പ്രചോദനമാണ് അല്ലെ. അതില് ധന്യയുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം ചെറുതല്ല, അത് സൊസൈറ്റിക്ക് വലിയൊരു ലെസൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സമൂഹത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ജീവിതത്തിൽ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്നവർക്ക് താങ്ങും തണലുമായി തീരാൻ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സാധിക്കണം. അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ കൈപിടിച്ച് എനിക്കും ചായ കുടിക്കാൻ വരണം ധന്യയുടെ കൂടെ. അതിനായിട്ട് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. അതുപോലെ നമ്മൾക്ക് ഇതേപോലെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായാൽ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈത്താങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ സാധിച്ചാൽ, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഐഡിയൽ ഇൻക്ലൂസീവ് വേൾഡ് എന്ന് പറയുന്നത്. എന്നെ പോലെ മറ്റൊരാൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, ഒരേപോലെ തന്നെ. ഐ ആം ട്രൂലി ഇൻഡെപ്റ്റഡ് ടു യു. താങ്ക് യു സോ മച്ച് ധന്യ. താങ്ക് യു. അങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ധന്യ.